ബലിയർപ്പിക്കാൻ വരുവിൻ അൽത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം, അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൽത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഈ ലോകം മുഴുവൻ്റെയും ഈ പ്രപഞ്ചം മുഴുവൻ്റെയും രാജാവാണ് എന്ന് ഏറ്റുപറയുകയാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട്. ഇന്ന് നമ്മുടെ ആരാധനാ വർഷത്തിലെ, നമ്മുടെ റോമൻ കത്തോലിക്ക സഭയുടെ ആരാധനാ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയുമാണ്. ആണ്ടുവട്ടത്തിലെ 34ാമത്തെ ഞായറാഴ്ച. പ്രത്യേകമായി നമ്മൾ ഓർക്കുക, നമ്മുടെ എല്ലാ ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും ആത്മീയ പ്രവർത്തനങ്ങളുടെയും എല്ലാം അതിൻ്റെ അവസാനം, അതിൻ്റെ ഉന്നതി എന്താണ്?
ക്രിസ്തു എൻ്റെ രാജാവാണ് എന്ന് ഏറ്റുപറയുന്നതിലൂടെ, എന്ന് പ്രഘോഷിക്കുന്നതിലൂടെയാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. 1925 11-ാം പിയൂസ് പാപ്പ തൻ്റെ ക്വാസ് പ്രീമാസ് എന്ന ഒരു തിരുവെഴുത്ത് വഴി, അന്ന് നമുക്കറിയാം 1925 എന്ന് പറയുന്ന കാലഘട്ടം ഒന്നാം ലോകമഹായുദ്ധം സമാപിച്ച് ലോകത്ത് മുഴുവൻ അശാന്തിയും വളരെ കലുഷിതവുമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഒരു രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരുക്കമൊക്കെ നടക്കുന്ന സമയം കൂടെയാണ്. അപ്പോഴാണ് 11-ാം പിയൂസ് പാപ്പ പറയുന്നത്, ഈ പ്രതിസന്ധികൾക്കെല്ലാം, ഈ അസമാധാനത്തിനെല്ലാം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അവർ അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി, ഞാനാണ് സുപ്രീം അധികാരി എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് ഈ യുദ്ധമെല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് ഇവിടെ ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ, ക്രിസ്തുവാണ് രാജാവ്, ക്രിസ്തുവാണ് എൻ്റെ രാജാവ്, ക്രിസ്തുവാണ് എൻ്റെ കുടുംബത്തിൻ്റെ രാജാവ്, ക്രിസ്തുവാണ് എൻ്റെ ലോകത്തിൻ്റെ രാജാവ് എന്ന് ഏറ്റുപറയുകയും അത് അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ഒരു പ്രജയായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇന്ന് ഈ ഒരു തിരുനാൾ സ്ഥാപിച്ചതും, ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ സ്ഥാപിച്ചതും ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ്. ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് അവിടുന്ന് തന്നെ പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളാകുവാൻ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിലെ പ്രജകളാകുവാനായി എന്താണ് ആവശ്യം എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അത് മനസ്സിൽ ഏറ്റുപറയാം. എൻ്റെ രാജാവ് ക്രിസ്തുവാണ്, എൻ്റെ കുടുംബത്തിൻ്റെ രാജാവ് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പ്രജയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്യില്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു മനോഭാവം നമ്മളിൽ സൃഷ്ടിക്കുവാനായി പരിശ്രമിക്കാം. ഈ ദിവ്യബലിയിൽ എല്ലാം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും സമാധാനമുണ്ടാകുവാനും ലോകം മുഴുവനും സന്തോഷമുണ്ടാകുവാനും വേണ്ടി ക്രിസ്തുവിൻ്റെ രാജത്വത്തിന് ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി അർപ്പിക്കാം. ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം അർപ്പിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഓർത്ത് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളെ
നാമത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്കു ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർഗ്ഗരാജനേ. സർവ്വശക്തനാം ദൈവമേ, നാഥനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകനായ സൂനുവേ, കർത്താവാം യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താരനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂവേണേ ഞങ്ങളെ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളെ. സ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും രാജാവായ അങ്ങേ പ്രിയപുത്രനിൽ സമസ്തവും ക്രമവൽക്കരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങയെ വാഴ്ത്തി പുകഴ്ത്തുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ.
അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. എൻ്റെ അജഗണമായ നിങ്ങളെ ഒരു ആടിനും വേറൊരാടിനും മധ്യേ ഞാൻ വിധി പ്രസ്താവിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജഗണമേ, ഞാൻ ആടിനും മധ്യേയും മുട്ടാടിനും കോലാടിനും മുട്ടനും മധ്യേയും വിധി നടത്തും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശാന്തമായ ജലാശയത്തിൽ അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് 15-ാം അധ്യായം 20 മുതൽ 26 വരെയും 28 വാക്യങ്ങൾ. സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിനു തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ ആസന്നമായ രാജ്യം അനുഗ്രഹീതം. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്തു വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുവശത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലും ആയിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് ക്രിസ്തു രാജൻ്റെ തിരുനാൾ, ക്രിസ്തുവിൻ്റെ രാജത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുത്തെ ദർശിച്ചവരിൽ ആർക്കും ഒരു രാജാവിൻ്റെ യാതൊരുവിധമായ പ്രത്യേകതകളും കാണുവാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ക്രിസ്തുവിൻ്റേത്. നമ്മൾ സുവിശേഷത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ഒക്കെ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രാജത്വത്തെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന കുറേയധികം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ജനനത്തിന് മുൻപ് തന്നെ അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്ന വേളയിൽ ഇപ്രകാരമാണ് പറയുന്നത്: അവൻ സമാധാനത്തിൻ്റെ രാജാവ്, പ്രിൻസ് ഓഫ് പീസ് എന്ന് അറിയപ്പെടും. ഈശോ ജനിച്ചു കഴിയുമ്പോൾ ആട്ടിടയന്മാരോടൊക്കെ പറയുന്നു, ഇന്ന് നിങ്ങൾക്കായി ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്നാണ് പറയുക. രാജാവ്. ഈശോയെ സന്ദർശിക്കാൻ വരുന്ന വിജ്ഞാനികളായ ആ മനുഷ്യർ കൊണ്ടുവരുന്ന കാഴ്ച ഒന്ന് സ്വർണമാണ്. ആ സ്വർണം ഈശോയുടെ രാജത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ ഈശോ ഈ ജനിച്ചിരിക്കുന്ന ശിശു രാജാവാണ് എന്നുള്ള വലിയ സൂചകങ്ങൾ സുവിശേഷം മുഴുവനും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈശോയെ രാജാവ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ പരിഹസിക്കുവാൻ വേണ്ടിയാണ് ആ പദം ഉപയോഗിക്കുന്നത്. നീ യൂദന്മാരുടെ രാജാവാണോ? നീ യൂദന്മാരുടെ രാജാവാണെങ്കിൽ പറയുക, നിന്നെ അടിച്ചത് ആരാണ്? പീലാത്തോസ് ഈശോയെ കൈകൾ കെട്ടിയിട്ട് ഒരു വലിയ മേലങ്കിയൊക്കെ ധരിപ്പിച്ച് യഹൂദരുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പറയുന്നു, ഇതാ നിങ്ങളുടെ രാജാവ്, നിങ്ങളുടെ രാജാവിനെ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഈശോ എപ്പോഴും വളരെ സർക്കാസ്റ്റിക്കായിട്ട്, വളരെ പരിഹാസപൂർവമായിട്ടാണ് ഈശോയെ രാജാവ് രാജാവ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു രാജാവിനെ പോലെ തോന്നിപ്പിക്കാത്ത ഒരവസരമുണ്ട് പക്ഷേ ഈശോയുടെ ജീവിതത്തിൽ. അത് ഈശോ വലിയ ഒരു കുറ്റവാളിയെ പോലെ ഏറ്റവും നികൃഷ്ടമായ ഒരു മരണത്തിന് വിധേയമായി ഈശോ കുരിശിൽ കിടക്കുമ്പോഴാണ്. അതൊരിക്കലും തോന്നില്ല ആ സമയത്ത് ഈശോ രാജാവാണെന്ന്. പക്ഷെ അവിടെയാണ് ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രാജത്വം മനസ്സിലാക്കുന്നത്. എന്നിട്ട് ആ മനുഷ്യൻ ഈശോയോട് പറഞ്ഞു, യേശുവേ, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. യേശുവേ, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ഈശോവനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. എന്താണ് ഈശോയുടെ രാജ്യം എന്ന് വ്യക്തമായ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ രാജ്യം ഇവിടെയല്ല, എൻ്റെ രാജ്യം പറുദീസയാണ്. ഇന്നത്തെ സുവിശേഷം നമുക്ക് ആ ഒരു വെളിച്ചമാണ് നൽകുന്നത്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈശോ രണ്ടാമത് ആഗതനാകും, രണ്ടാമത് ഈശോ വരും. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ മഹത്വത്തിൽ വീണ്ടും അവിടെ നിന്ന് എഴുന്നള്ളും. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നില്ലേ, ഈശോയുടെ രണ്ടാമത്തെ വരവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. മഹത്വത്തിൽ എന്തിനാണ് ഈശോ എഴുന്നള്ളുന്നത്? അവിടുന്ന് വിധിക്കുവാനായി ഈ ലോകത്തെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാവരെയും വിധിക്കുവാനായി അവിടുന്ന് വീണ്ടും വരും. നമ്മൾ വിശ്വാസത്തിൽ ഏറ്റു പറയുന്നുണ്ട്, വരുവാനിരിക്കുന്ന യുഗത്തിലും ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. നോക്കുക, ഈശോ ആദ്യം എന്താണ് ചെയ്യുക? ഈശോ ആദ്യം ഒരു ഇടയനെ പോലെ, ഒരു ഇടയൻ തൻ്റെ ആടുകളെ തൻ്റെ വലതുവശത്ത് ചെമ്മരിയാടുകളും ഇടതുവശത്ത് കോലാടുകളും എന്ന രീതിയിൽ അവരെ വേർതിരിച്ച് നിർത്തുന്നു. ചെമ്മരിയാടുകൾ നീതി ചെയ്തവരുടെ പ്രതീകങ്ങളാണ്, കോലാടുകളാകട്ടെ അനീതി പ്രവർത്തിച്ചവരുടെ പ്രതീകങ്ങളാണ്. എന്നിട്ട് ഈശോ രാജാവിനെ പോലെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ അനന്തരം രാജാവ് തൻ്റെ വലത് ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും.
അപ്പോൾ ഒരു രാജാവാണ് വിധി നിർണ്ണയിക്കുന്നത്. ഈശോ രാജാവ് എന്ന നിലയിലാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രാജാവ് എന്ന നിലയിലാണ് ഈശോ വിധി നിർണ്ണയിക്കുന്നത്. ഈശോ മനുഷ്യരെ മാത്രമല്ല വിധിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിധിക്കും. നമ്മുടെ വിശ്വാസമനുസരിച്ച് 2 തരത്തിലാണ് വിധിയുള്ളത്. 2 തരത്തിലുള്ള വിധിയുണ്ട്. ഒന്നാമത്തേത് വ്യക്തിപരമായ വിധി. നമ്മൾ ഓരോരുത്തരും മരിക്കുമ്പോൾ നമുക്ക് ഒരു വിധിയുണ്ട്. ആ വിധി അനുസരിച്ച് നമ്മൾ സ്വർഗത്തിലേക്കോ ശുദ്ധീകരണ സ്ഥലത്തിലേക്കോ ഈശോ നമ്മെ, അല്ലെങ്കിൽ വിധിയാളൻ നമ്മെ വിടുന്നു. മറിച്ച് രണ്ടാമത്തെ വിധി അന്ത്യവിധി. അത് പൊതുവായ വിധിയാണ്, ജനറൽ ജഡ്ജ്മെൻറ്റ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത്. എന്തുകൊണ്ടാണ് 2 വിധി എന്നുള്ളത് ആ സുവിശേഷ ഭാഗം വരുമ്പോൾ ഞാൻ മറ്റൊരിക്കൽ അത് വിശദീകരിക്കാവുന്നതാണ്. ഇന്നിപ്പോൾ അന്ത്യവിധിയെക്കുറിച്ചാണ് ഈ സുവിശേഷമുള്ളത്. അപ്പോൾ എന്താണ് വിധി പറയുന്നത്? വിധിയാളൻ പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. രാജാവാണ് പറയുന്നത്, ഇത് എൻ്റെ രാജ്യമാണ്, ഈ രാജ്യം നിങ്ങൾ അവകാശപ്പെടുത്തുവിനെന്ന്. ലോകസ്ഥാപനം മുതൽ. അപ്പോൾ ഒന്നാമത്തേത് ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വലതുവശത്ത് നിൽക്കുവാനായിട്ട് യോഗ്യത നേടിയത്. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ സ്വർഗരാജ്യം ലോകത്തിൻ്റെ സ്ഥാപനം മുതൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. അപ്പം നിങ്ങളത് എന്ത് ചെയ്യണം? നിങ്ങൾക്കത് നൽകുകയല്ല, നിങ്ങളത് അവകാശമാക്കുവിൻ, നിങ്ങളത് അവകാശമാക്കിയെടുക്കുവിൻ. എന്താണ് കോലാടുകളോട് അവിടുന്ന് പറയുന്നത്? അവരോട് പറയുന്നത്, നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പ്രവേശിക്കുവിൻ. പിശാച്, ഈ മാലാഖമാരായിരുന്നവർ തന്നെയാണ് പിശാച്. ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ മുൻപിൽ നീതിയോടെ പ്രവർത്തിക്കുവാനായിട്ട് മനസ്സില്ലാതെ അഹങ്കരിച്ചവർ, ആ മാലാഖമാർ പറുദീസയിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു എന്ന് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. മിഖായേൽ ദൈവദൂതൻ അവർക്കെതിരെ പടപൊരുതിക്കൊണ്ടിരിക്കുന്നു. അവരെപ്പോഴും തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ സൗഭാഗ്യം, ഈ പറുദീസ, അത് ആർക്കു വേണ്ടിയാണ്? അത് മറ്റ് യഹൂദ പുസ്തകങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ? ബൈബിളിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല. മറ്റു പുസ്തകങ്ങളിൽ പറയുന്ന ഇപ്രകാരമാണ്. അതായത് മാലാഖമാർ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യം കൂടെ, മനുഷ്യന് മുൻപ് ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു, അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് ദൈവം മാലാഖമാരോട് പറഞ്ഞു, ഇതാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ച മനുഷ്യർ, നീ അവരെ സഹായിക്കണം, മാലാഖമാർ മനുഷ്യരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചില മാലാഖമാർ എന്ത് പറഞ്ഞു? അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ലൂസിഫർ. ലൂസിഫർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ലുക്സ് ഫെറാവോ എന്ന് പറഞ്ഞാൽ വെളിച്ചം വഹിക്കുന്ന ഒരു മാലാഖയായിരുന്നു ലൂസിഫർ. അപ്പോൾ ദൈവം പറഞ്ഞു, മനുഷ്യരെ സഹായിക്കണം, മനുഷ്യരുടെ കാവലായിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ലൂസിഫർ പറഞ്ഞു, എന്നേക്കാൾ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ താഴ്ന്ന സൃഷ്ടിയായ മനുഷ്യരെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കമല്ല, അതിനുള്ള എളിമയുണ്ടായിരുന്നില്ല. അങ്ങനെ എളിമയില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ, അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഈ മാലാഖ, ഈ ലൂസിഫർ ശബ്ദം ഉയർത്തിയപ്പോഴാണ് മിഖായേൽ വന്നിട്ട് പറഞ്ഞത്. മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? മീഖായേൽ, ദൈവത്തെ പോലെ ആര്, നീ എന്തിനാണ് ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലൂസിഫറിനെ പിടിച്ച് താഴേക്ക് എറിഞ്ഞു. അതാണ് നമ്മൾ ആ ഭാഗങ്ങളൊക്കെയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൂതൻ പതിക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോഹന്നാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്നു മുതൽ ഈ മാലാഖമാർ, ഈ പിശാചുക്കൾ മനുഷ്യരെ, തങ്ങൾക്ക് നഷ്ടമായ ദൈവിക സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം, അവിടെ നിന്ന് ആര് മൂലമാണോ ഞങ്ങൾക്കിത് നഷ്ടമായത്, അവരെയും അവിടെ നിന്ന്
പുറന്തള്ളുവാനായിട്ട് ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിശാചുക്കൾ മനുഷ്യരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരായിട്ടാണ് നമ്മുടെ മാലാഖമാർ, നമ്മുടെ കാവൽ മാലാഖമാരൊക്കെയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്നത് നോക്കിയേ, ഈ പിശാചുക്കൾക്ക് അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന ആ സ്ഥലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവിൻ. അത് അവിടെ നിത്യ നരക അഗ്നിയാണ്. അഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഈ ശരീരം എപ്രകാരമാണ് അഗ്നിയിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ എപ്രകാരമാണ് വേദന അനുഭവിക്കുക, നമ്മൾ എപ്രകാരമാണ് പൊള്ളൽ അനുഭവിക്കുക, അതുപോലെയാണ് ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആത്മാവുണ്ടല്ലോ, ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള നിത്യമായ സെപ്പറേഷൻ, അതാണ് നരകം. അപ്പോൾ അവിടെ നമ്മുടെ ഈ ശരീരം എങ്ങനെയാണോ അഗ്നിയിൽ വീണ് പൊള്ളുന്നത്, അതുപോലെയായിരിക്കും ഒരു ആത്മാവിൻ്റെ അവസ്ഥ. ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന, മാറ്റപ്പെടുന്ന ഒരു ആത്മാവിൻ്റെ അവസ്ഥ അപ്രകാരം സഹനപൂർണമായിരിക്കും, ദുരിതപൂർണമായിരിക്കുമെന്നാണ്. അതാണ് സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള രണ്ട് വെളിച്ചം. ഈ സുവിശേഷം നമുക്ക് നൽകുന്ന വെളിച്ചം അതാണ്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ നരകത്തിന് അല്ലെങ്കിൽ ഞാൻ ഈ സ്വർഗത്തിന് അർഹനായിത്തീരുക അല്ലെങ്കിൽ അർഹനല്ലാതായിത്തീരുക? ഈശോ പറയുന്നു, ഈ എളിയവരിൽ നിങ്ങൾ ഇത് ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ എളിയവരിൽ ഒരാൾക്ക് നിങ്ങളത് ചെയ്യാതിരുന്നപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. എന്താണ് ചെയ്യാതിരുന്നത്? ഇവിടെ പറയുന്നത് നീ കൊലപാതകം ചെയ്തു, നീ മോഷ്ടിച്ചു, നീ വ്യഭിചാരം ചെയ്തു, അല്ലെങ്കിൽ നീ കൊള്ളിവെപ്പ് നടത്തി, കൊള്ളയടിച്ചു, അങ്ങനെയുള്ള പാപങ്ങളെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. അതെല്ലാം പാപങ്ങൾ തന്നെയാണ്, മാരകമായ പാപങ്ങൾ തന്നെയാണ്. ഇത് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, നീ എനിക്ക് കുടിക്കാൻ തന്നു. എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഇത് നീ ചെയ്തപ്പോൾ, ഇത് നീ എൻ്റെ സഹോദരർക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എൻ്റെ സഹോദരൻ, ഈ എളിയവരിൽ ഒരുവന് ചെയ്തത് എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈശോയുടെ ഈ ലോകത്തെ മാറ്റിമറിച്ച വാക്കുകളാണിത്. എത്രയധികം വിശുദ്ധരാണെന്നോ ഈ ഒരു വാക്കുകൊണ്ട് പ്രചോദിതരായിട്ട് വിശുദ്ധിയിലേക്ക് പ്രവേശിച്ചത്. എത്രയധികം വിശുദ്ധന്മാരും വിശുദ്ധകളും, എത്രയധികം മനുഷ്യർ, മിഷണറിമാർ, പ്രേക്ഷിത പ്രവർത്തകർ തങ്ങളുടെ കുടുംബത്തെയും തങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തെയും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ആരാലും അറിയപ്പെടാത്ത, ആരാലും സംരക്ഷിക്കപ്പെടാത്ത മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുവാനായി ദൂരദേശങ്ങളിലേക്ക് പോയത് ഈ ഒരു വാക്കാണ്. ഈ എളിയവരിൽ ഇത് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. മദർ തെരേസയുടെ കോൺവെൻറ്റുകളിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വാക്യമുണ്ട്, ഒരു 5 വാക്യങ്ങൾ. യു ഡിഡ് ഇറ്റ് ഫോർ മീ. ഇത് നീ എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. ഈശോയുടെ ലോകത്തെ മാറ്റിമറിച്ച വാക്കുകളാണത്. ഇന്ന് ഈ സുവിശേഷം വായിക്കുമ്പോൾ, ഈ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എൻ്റെ സഹോദരന്, നമ്മൾ ദിവ്യബലി ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്താപ പ്രകരണം ചൊല്ലാറുണ്ട്. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയധികം പാപം ചെയ്തു പോയി. ഈ ഉപേക്ഷ നമ്മൾ 4ാമതാണ് പറയുന്നത്. പക്ഷേ ഈശോയുടെ പ്രധാനപ്പെട്ടത് ഉപേക്ഷയാണ്. ഈശോയ്ക്ക് ഉപേക്ഷയാൽ ഞാൻ ചെയ്യാതിരുന്ന നന്മകൾ, അതാണ്. ഞാൻ ചെയ്ത വലിയ തിന്മകളൊന്നുമല്ല. ഉപേക്ഷ കൊണ്ട് എനിക്ക് എൻ്റെ സഹോദരന് ഒരു നന്മ ചെയ്യുവാനായിട്ടൊരവസരം ലഭിച്ചിട്ട് ഞാൻ ചെയ്യാതെ വെറുതെ ഇരുന്നു. ഉപേക്ഷ, സിൻ ഓഫ് ഒമിഷൻ, അതാണ് എന്നെ നരകത്തിന് അർഹനാക്കുന്നത്. ഈ കോലാടുകളെ നരകത്തിന് അർഹനാക്കിയത് ഉപേക്ഷ കൊണ്ട്. എൻ്റെ സമൂഹത്തിൽ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് നന്മ ചെയ്യാനായിട്ടും എൻ്റെ സഹോദരർക്ക് നന്മ ചെയ്യാനായിട്ടും കുറേയധികം അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും
അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. അത് വലിയ തിന്മയാണെന്ന് യേശു പറയുന്നു. നമ്മുടെ ജീവിതം മുഴുവൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ തക്ക പ്രാപ്തിയുള്ള ഒരു തിന്മയാണ് ഈ ഉപേക്ഷ എന്ന് സുവിശേഷം നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം. എൻ്റെ ഏറ്റവും ചെറിയ സഹോദരൻ്റെ ഏറ്റവും ചെറിയ ഒരു കാര്യത്തിൽ പോലും വലിയ ശ്രദ്ധയുണ്ടാവുക, അതാണ് ആത്മീയത എന്ന് പറയാറുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ചെറിയവരൊക്കെ ഉണ്ടാവും, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയൊക്കെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർ. അവർക്കൊക്കെ വളരെ വളരെ വലുത് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെറുതായി പോകും ചില സമയങ്ങളിൽ. എൻ്റെ അപ്പനോട്, വയസ്സായ അപ്പനോട് കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കണം, നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ ഒരു വൃദ്ധനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ മകൻ കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കുന്നത് വലിയ കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ വലിയ കാര്യമാണ്. നമുക്കത് പക്ഷെ ചെറിയ കാര്യമായി പോകും. അപ്പം അങ്ങനെ നമുക്ക് ചെറിയ കാര്യമെന്ന് തോന്നുന്ന ആ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വലിയ ശ്രദ്ധ കൊടുത്തു കഴിയുമ്പോൾ അതാണ് ആത്മീയത. അപ്പം അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് അവസരങ്ങൾ ലഭിക്കും. ആ നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപേക്ഷ മൂലം ഒഴിവാക്കാതിരിക്കുക, അതാണ് ഇന്ന് ഈശോ നമ്മോട് പറയുന്നത്. അപ്പോഴാണ് രാജാവ് നമ്മെ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സ്ഥാപിതമാക്കിയിരിക്കുന്ന ഈ രാജ്യം അവകാശമാക്കുവിനെന്ന് പറയുക. നമുക്കൊരുമിച്ച് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവപിതാവിൻ്റെ പ്രിയമക്കളായ നമുക്ക് ഈ ലോകം മുഴുവനും വേണ്ടിയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകവുമായുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
പരിശുദ്ധ കത്തോലിക്ക തിരുസഭയ്ക്കും തിരുസഭയുടെ ഇടയനായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്തയ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസികൾക്കും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാ ജനത്തിനും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമയവും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ആശ്വാസവുമൊക്കെ ആവശ്യമായിട്ടുള്ളവരെ, ഏറ്റവും എളിയവരായവരെ കൂടുതൽ ശ്രദ്ധയോടെ സമീപിക്കുവാൻ വേണ്ട വെളിച്ചം നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഈ എളിയവരിൽ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളത് എനിക്ക് തന്നെയാണ് ചെയ്തതും എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നതും എന്ന് നമ്മോട് ഈശോ പറയുന്നു. നമ്മുടെ എളിയ സഹോദരന്മാർക്ക് ആവശ്യമായ നന്മകൾ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരം ഏറ്റവും ഫലപ്രദമായി ലഭിക്കുവാൻ വേണ്ട വിവേകം നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ രാജ്യത്തെയും ലോകം മുഴുവനെയും നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. കൊറോണ എന്ന ഈ മഹാമാരിയിൽ നിന്ന് വേഗം തന്നെ ലോകത്തെ മോചിപ്പിക്കുവാനും മനുഷ്യൻ്റെ അതുമൂലം സംഭവിച്ച എല്ലാ കെടുതികളും സഹനങ്ങളും, ജോലി നഷ്ടം, സാമ്പത്തികമായ നഷ്ടം, മറ്റു നല്ല കാര്യങ്ങൾ നടക്കാതെ പോയത്, അതെല്ലാം പരിഹരിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ മൗനമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിൽ ഞങ്ങൾ മറ്റുള്ളവരെ, ഞങ്ങളുടെ എളിയ സഹോദരങ്ങളിൽ അങ്ങയുടെ പ്രിയപുത്രനെ ദർശിക്കുവാനും അവർക്ക് ചെയ്യുന്ന സേവനം അങ്ങേക്ക് തന്നെ ഞങ്ങൾ ചെയ്യുന്നതായി ഞങ്ങളുടെ ജീവിതത്തിൽ പരിണമിപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരു താര ഒരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരു താര ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായെന്നെ നൽകുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരു താര ഒരുക്കുന്നു ഞാൻ. അമ്മയമേരിയും നിർമ്മല സ്ലീകരും നമ്മളോടൊപ്പമുണ്ട് ഈ ബലിയിൽ. അമ്മയമേരിയും നിർമ്മല സ്ലീകരും നമ്മളോടൊപ്പമുണ്ട് ഈ ബലിയിൽ.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമസ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരിച്ചുകൊടുവിൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മാനവവംശത്തെ അങ്ങയോട് രമ്യതപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്കർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അഭിഷേചിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിൻ്റെ അൾത്താരയിൽ നിർമ്മലവും സമാധാനദായകവുമായ ബലിയായി അർപ്പിച്ചുകൊണ്ട് മാനവപരിത്രാണത്തിൻ്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവസൃഷ്ടിജാലങ്ങളെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിൻ്റെയും ജീവൻ്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. Corpus et sanguinis Christi, mi custodis et vitam aeternam.
രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും. കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും. കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലച്ച കേട്ടു ഞങ്ങൾ. കാലച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. തിരകളുയരുമ്പോ തീരം മങ്ങുമ്പോ തോണി തുഴഞ്ഞു തളരുമ്പോ. തിരകളുയരുമ്പോ തീരം മങ്ങുമ്പോ തോണി തുഴഞ്ഞു തളരുമ്പോ. മറ്റാരുമാരുമില്ലാശ്രയം നിൻവാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടുത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഈ ഇടവക പുളിത്തറ ബെർണാഡിൻ്റെയും ഫിലോമിനയുടെയും മകൻ ജോസഫ് ലിഫിൻ, കൊച്ചി രൂപത പള്ളുരുത്തി സെയിൻറ്റ് ലോറൻസ് പള്ളി ഇടവക കുട്ടത്തിപ്പറമ്പിൽ ജോണിൻ്റെയും മേരിയുടെയും മകൾ ദിയ റീത്തയെ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് 2, 3 വിളിച്ച് ചെല്ലാവുന്നു. ഈ വിവാഹത്തിന് തടസ്സം വല്ലതുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരച്ചനെ അറിയിക്കേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ച സമർപ്പണം 4984 രൂപ. അടുത്ത ഞായറാഴ്ച മുതൽ ആഗമനകാലം ആരംഭിക്കുകയാണ്. ആഗമനകാലത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുവാനും അതോടൊപ്പം ഈശോയുടെ തിരുജനനത്തിനായി ആ ഒരു തിരുനാളിനായി ഒരുങ്ങുവാനും പ്രത്യേകം പരിശ്രമിക്കുക. മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ മിഷൻ ഞായർ സംഭാവനകൾ ആർക്കെങ്കിലും നൽകുവാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ അത് ഈ ദിവസങ്ങളിൽ എന്നെ ഏൽപ്പിക്കാവുന്നതാണ്. സമാപനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. എല്ലാ ജ്ഞാനത്തെയും അതിശയിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ മാനസങ്ങളെയും ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെയും ജ്ഞാനത്തിലും സ്നേഹത്തിലും നിങ്ങളെ കാത്തുപാലിക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. നമ്മുടെ ക്രിസ്തുരാജൻ്റെ ഈ തിരുസ്വരൂപം അവിടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തൊട്ടുമുത്താതിരിക്കാൻ പരിശ്രമിക്കുക. ആരും രൂപത്തിന്മേൽ തൊടരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമേ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിത ഞാൻ. എൻ്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാ മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതാ ഞാൻ. നിന്നെ സ്നേഹിച്ചിടും നിതാ ഞാൻ.